എല്ലാവർക്കും കെ സ്മാർട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മളൊരു കോട്ടീസിൻ്റെ പ്ലാന് ലെയർ മെട്രിക്സിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു കോട്ടീസിൻ്റെ പ്ലാന് ഓട്ടോകാഡിൽ വരച്ചതിന് ശേഷം ഞാനിപ്പോൾ ഓൾറെഡി എല്ലാത്തിലും അതിൻ്റെ ലെയറും കാര്യങ്ങളൊക്കെ കൊണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അപ്രൂവ് ചെയ്ത ഒരു പ്ലാനാണ്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് ഒരു സൈറ്റ് പ്ലാൻ എടുക്കുക. അപ്പം നിങ്ങളെല്ലാം ചെയ്തിരിക്കണം കേട്ടോ, പ്രോജക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അതുപോലെ അതിൻ്റെ കംപ്ലീറ്റ് ബൗണ്ടറി കാര്യങ്ങൾ എല്ലാം വരച്ച് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലെയർ ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് മാച്ച് പ്രോപ്പർട്ടി ചെയ്യാനുള്ള പ്ലാന് നമ്മളിവിടെ റെഡിയാക്കി വയ്ക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ലെയർ മെട്രിക്സിൻ്റെ ജനറൽ ലൈവ് ഇല്ലേ, അത് ഓപ്പൺ ചെയ്യണം. റെസിഡൻഷ്യൽ അല്ല, ലെയർ മെട്രിക്സ് ജനറൽ. അതിലാണ് നമുക്ക് ഈ ഉണ്ടോ ഒക്യുപ്പൻസി ഗ്രൂപ്പ് ഉള്ളത്. ഒക്യുപ്പൻസി അപ്പോൾ ഏതാണ്, A1 ഇതിലുണ്ട്, അതുപോലെ A2 കാറ്റഗറി ഉണ്ട്. അപ്പം നമുക്ക് ഈ എന്താ പറയുക കോട്ടേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് A2 റെസിഡൻഷ്യലാണ് വരുന്നത്. ഇൻ ഫ്ലോർ പ്ലാൻസിൽ പോവാം. അതിൽ വന്നിട്ട് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ബിൽട്ടപ്പ് ഏരിയ പ്രൊപ്പോസ്ഡ് ആണെങ്കിൽ ഇതിൽ വന്നെടുക്കുക. എക്സിസ്റ്റിംഗ് ആണെങ്കിൽ ബ്ലൂവിൽ പോയിട്ട് അതിൻ്റെ ബ്ലോക്ക് 1 എന്താ വെച്ചാൽ അതെടുക്കുക. അതുപോലെ ബിൽട്ടപ്പ് ഏരിയ റെഗുലറൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അതായത് ഫ്ലോർ 0 അതിൻ്റെ ബ്ലോക്ക് ഏതാ വെച്ചാൽ അതെടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ബിൽട്ടപ്പ് ഏരിയ പ്രൊപ്പോസ്ഡ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ വന്നിട്ട് ഫ്ലോർ 0 മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ട് നമ്മൾ ആദ്യം ഇത് കളർ കോഡാണ്. അപ്പോൾ ഇതിനെ നമ്മൾ തൽക്കാലം ഒന്ന് മാറ്റി വെച്ച് നോക്കാം. അപ്പോൾ എന്താണ് ഇവിടെ കാണുന്നത്, ബ്ലോക്ക് 1 ഫ്ലോർ 0 പ്ലാൻ എസ്പ്രിൻ്റ് ആണ്. അപ്പോൾ ഇതിന് നമ്മൾ ജസ്റ്റ് അവിടെ തന്നെ കൊണ്ടുവയ്ക്കാം. ഇതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇത് കൊണ്ടുവന്നിട്ട് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക. അവിടെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യണം. ഇതിൽ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ ഇതായിരിക്കും, റെഡ് ആയിരിക്കും. അതുപോലെ തന്നെ തൊട്ടടുത്ത യൂണിറ്റ് ഇതിൽ താഴത്തെ 2ഉം മേലെ 2 യൂണിറ്റ് ആണുള്ളത്. പിന്നെ ഒരു സ്റ്റെയറും പ്ലാനും ഉണ്ട് അതിൽ. അപ്പോൾ ഇതുപോലെ തന്നെ ഈ റെഡ് കളർ അപ്ലൈ ചെയ്ത പോലെ തന്നെ ഇതിലും അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ ഒരു ഒക്യുപ്പൻസി ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒക്യുപ്പൻസി അതിൽ A2 വന്നു കഴിഞ്ഞാൽ നമ്മളെ കളർ കോഡ് എന്തായിരിക്കും, ഗ്രീൻ ആയിരിക്കും, 3 എന്നുള്ളത്. അപ്പോൾ ഇതുണ്ട്, ഇവിടെ ഗ്രീനാണ്. ഈ ഗ്രീൻ എന്നുള്ളത് ഓൾറെഡി നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ MA അടിക്കുക, അതായത് മാച്ച് പ്രോപ്പർട്ടി അടിച്ചതിന് ശേഷം ഇതിൽ കൊണ്ടുവന്നിട്ട് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്തായി, കെ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളർ കോഡ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഗ്രീൻ ഓൾറെഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ ഇൻഡെക്സ് കളർ നിങ്ങൾ കാണാണ്ട്, ഇൻഡെക്സ് കളറിൽ ഓക്കെ ഇതിൽ സെലക്ട് ചെയ്താലാണ് കാണാൻ, ഇൻഡെക്സ് കളർ 3 എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ അത് കളർ കോഡായി. അപ്പോൾ ഇതാണ് മെയിൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ കളർ കോഡ് മനസ്സിലാക്കുന്നത്. ഓക്കെ.